ചുങ്ക ജ്വല്ലറി ഫാമിലിസ് ഫൺ സ്റ്റാർ. ചിരിയുടെ പൊടിപൂരവുമായി ഫേവറേറ്റ് റൗണ്ടിൽ വരുന്നു ടീം പൂരം. ഹായ്, ഞങ്ങളുടെ ടീമിന്റെ പേരാണ്. ഓ എന്തോടാ പേരും മറന്നുപോലോ. ടീമിന്റെ പേര് ടീമിന്റെ പേരങ്ങ് മറന്നുപോയി. എടാ നമ്മുടെ ടീമിന്റെ പേര് പൂരം. പൂരം. അതെ, ഞങ്ങൾ ഇവിടെ ഒരു ചെണ്ടമേളം പ്ലാൻ ചെയ്തേക്കുവാ. ഇവനാ അതിന്റെ ആശാൻ. ഒടുക്കത്തെ മറവിക്കാരനാണ് കേട്ടോ. ആശാന് കുറെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. ഞാനൊരു ശിഷ്യനാ, വിനയം പത്തനംതിട്ട. ഞാനും ആശാന്റെ ഒരു ശിഷ്യനാണ്. എന്റെ പേര് മണിയപ്പൻ മാരാരിക്കും. ഞാനും ആശാന്റെ ഒരു ശിഷ്യനാണ്. എന്റെ പേര് സജിത്ത് കോന്നി. ഞാൻ ഇവരുടെയൊക്കെ ആശാനാ. എന്റെ പേര് പേര് മറന്നു പോകണോ? പേര് മറന്നു. സ്വാമി. 18 താളങ്ങൾക്കും രാജാവായ ചെണ്ടയിടനാദം ഉത്സവ കേരളത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. താളമേളക്കൊഴുപ്പിന്റെ ബാലപാഠം പോലും വശമില്ലാത്തവർ അത് ഏറ്റെടുക്കുമ്പോഴും ടീം പൂരമൊരുക്കുന്ന ചിരിപ്പൂരത്തിലേക്ക് സ്വാഗതം. പുലരിയിലൊരു പൂന്തെന്നൽ കൊളുത്തുന്നു ദീപം, ഹരിനാമം ചൊല്ലുമ്പോൾ തിളങ്ങുന്ന ദീപം, മലർചുണ്ടിൽ തുളുമ്പുന്ന മുളം തണ്ടുമായി മണിക്കണ്ണൻ വിരുന്നെത്തി വിളിക്കുന്നു. അല്ലല്ലല്ലേ, ഞാൻ ചൂലെടുക്കുന്ന നേരമാകുമ്പോ വന്നങ്ങ് നേരുന്നോളുവല്ലോ. ലൈംഗമ്പി കാക്കയിരിക്കുന്ന കണക്കിന് എന്തോ കാണാൻ ഇരിക്കുവാടാ. എടുത്തിട്ട് പോടാ അവിടുന്ന്. ഇല്ല വല്ല കാര്യം ഞാൻ പെരക്കേറി. എന്തോ മനുഷ്യൻ നിങ്ങൾക്ക് ഇനി വേണ്ടത്? നീ ആ സാധനം കണ്ടോ? നീ അയ്യോ അത് എന്തുവാന്ന് പറ. എടി ഞാൻ എന്നും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനം കാണുന്നില്ലെന്ന്. അയ്യോ അത് എന്തുവാന്ന് നിങ്ങളൊന്ന് പറ മനുഷ്യനെ. എന്റെ ചണ്ടക്കമ്പ് കാണുന്നില്ലെന്ന്. അതല്ലേ നിങ്ങളുടെ കഷത്തിൽ ഇരിക്കുന്നത്? ആഹാ, ആരോ മറ്റേടെ ഉറക്കത്ത് വാള് കയറിയിരിക്കുന്ന പോലെ കയറി അങ്ങ് ഇരുന്നല്ലോടാ. ഒടുക്കത്തെ ഒരു മറവി. എന്ന് തീരും നിങ്ങളുടെ ഈ മറവി? എടി നീ എന്നെ തലേ വന്ന് കയറിയോ അന്ന് തുടങ്ങിയത് എന്നെ മറവി അറിയോ? അയ്യോ ഇപ്പൊ എന്റെ ആയി കുഴപ്പം. അല്ല നിങ്ങളുടെ പ്രായത്തിന്റെ അല്ല മനുഷ്യ. ഓ നിന്നെക്കാട്ടി 10-40 വയസ്സ് കൂടുതലായിരിക്കും. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രായത്തിലും എന്റെ കൊട്ട് കേട്ടിട്ടാ എടത്തറ ദേവി പള്ളി ഉണരുന്ന അറിയാവോ? അതേത് ദേവി? എടത്തറ സുകുമാരണ്ണന്റെ നടുവത്തെ മക്കൾ ദേവി. എനിക്കറിയാം മനുഷ്യനെ. എനിക്ക് നിങ്ങളെ പണ്ടേ സംശയം ഉണ്ടായിരുന്നതാ. അത് ഞാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഉത്സവത്തിന് ചെന്നപ്പോഴേ നിങ്ങളെ കണക്ക് തന്നെ ഒരു ചെറുക്കൻ അവിടെ ഒന്ന് കൊട്ടുന്നത് ഞാൻ കണ്ടു. എന്നെ കണക്കാ? ആ നിങ്ങളെ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. നിങ്ങളെ പോലെ തന്നെ ഒരു ചെറുക്കൻ അവിടെ ഒന്ന് കൊട്ടുന്നത് ഞാൻ കണ്ടു. എന്റെ മുഖശിപ്പാന്നോടി? അല്ല. എന്റെ ഈ ശരീരപ്രകൃതിയൊക്കെയാണോ അവൻ? അല്ല. എന്റെ കളറെങ്കിലും ഉണ്ടോ അവന്? ഇല്ല. എന്നെ പോലെന്ന് പറഞ്ഞ അവൻ കൊട്ടിയിരുന്ന ചെണ്ടക്കമ്പേ നിങ്ങളുടെ ഇരിക്കുന്ന ചെണ്ടക്കമ്പ് പോലെ തന്നെ അന്ന് എനിക്ക് തോന്നിയതാ. എത്ര നാൾ കൊണ്ട് പറഞ്ഞു എന്നെ ഒരു ശിങ്കാരിമേള പഠിപ്പിക്കാൻ. അങ്ങ് കോട്ടയത്തൊക്കെ ഉള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ ശിങ്കാരിമേള നടത്തി എന്തോരം കാശ ഉണ്ടാക്കുന്ന അറിയാവോ മനുഷ്യ നിങ്ങൾക്ക്? അതിന്റെ ഉറവൂടെ ഉള്ളൂ. നീയൊക്കെ തൊഴിലുറപ്പിന്റെ പേര് പറഞ്ഞ് കാടും ചപ്പും പറിച്ചു നടക്കുന്ന പോരാഞ്ഞിട്ട് തെങ്ങ വരെ കയറും ഇപ്പൊ അറിയാവോ? ഞങ്ങൾ തെങ്ങ കയറുന്നത് ചുമ്മാതല്ലോ. പഞ്ചായത്തിന്ന് പ്രത്യേക ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതും പോരാഞ്ഞ് മിഷ്യം വെച്ചാ കയറുന്നത് അറിയാമോ? അതെല്ലാവർക്കും അറിയാം. എന്താ നിങ്ങൾ മിഷ്യം വെച്ചാ കയറുന്നത്? ഞാൻ വല്ല പറയും കേട്ടോ. രാവിലെ തന്നെ ശോധ ആരെന്ന് അറിയത്തില്ലേ? ഇല്ല. നമ്മുടെ അപ്പുറത്തെ സുശീലൻ ഓട്ടോ ഓടിക്കുന്നേ, കറുത്തിട്ട് വണ്ണമുള്ള കട്ട മീശയൊക്കെ ആയിട്ട് അവനാണെന്ന്. സുശീലൻ? 1 കിലോമീറ്റർ അപ്പുറത്തേക്കുന്ന സുശീലന്റെ ശബ്ദം ഇവിടെ നിന്നുകൊണ്ട് കേട്ടു. പകലന്തിയോളം അമ്പലപ്പറമ്പിൽ പോയി ചെണ്ട കൊട്ടി ദേഹം വേദനിച്ച് വന്ന് പാതിരാത്രിക്ക് കഥവെ മുട്ടി വിളിച്ചാ ഇവള് ചോദിക്കും, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എൻ്റെ ഒരു വേളം? എവിടാ മേളം? ആടെ ഇന്ന് കട്ടപ്പന മേളം ഉണ്ടോ? എവിടാ? കട്ടപ്പന മേളമാ. ആ എനിക്കൊണ്ടൊരു മേളം. നിനക്ക് എവിടെയാടാ മേളം? ആശാൻ പോയി കഴിഞ്ഞ് ഇവിടെ തന്നെ. അത് ശരി. അപ്പൊ ഇങ്ങനെ ഒരു മേളം ഇവിടെ ഉണ്ടില്ലയോ? ഇങ്ങനൊരു മേളം ഈ വണ്ടിയുടെ ഫ്രണ്ട് വശവും മുഖമൊക്കെ ഒരുപോലെ ഇരിക്കുവാണല്ലോ. ചേച്ചി, ഈ ആശാന്റെ വീടറിയാവോ? തങ്കു ആശാന്റെ സംഭവം ഞാൻ വീഡിയോ ചോദിക്കുമായിരുന്നു. ഞാൻ നേരത്തെ വന്നപ്പോഴേ എന്നാലും വന്നത് പിന്നെ മറന്നുപോയി. നമ്മുടെ പൊന്നമ്മ ചേച്ചി അവിടെ ഇരിക്കുമല്ലായിരുന്നു. നല്ല ടീമുകളാ. എടാ എനിക്ക് വരുന്ന മേളം മൊത്തം വെട്ടി അപ്പുറത്തെ ചന്ദ്രപ്പന് കൊടുക്കുന്ന ടീമുകളായത് അറിയാമോ? കിട്ടാറില്ല. ഞാൻ പിന്നെ ഒരാളെ വഴി പറഞ്ഞു കൊടുക്കാൻ ഇരുത്തി ഓട്ടിരിക്കുന്നു. വഴിയൊന്ന് പറഞ്ഞു കൊടുത്തു കൂടായിരുന്നോ? അയ്യോ, കൊച്ചു പിള്ളേരുടെ പോലെ ചാടിത്തുള്ളി നടന്നാൽ മാത്രം പോരാ. അതാണ് എന്നാ ഉണ്ട്? ഞാൻ ചോറുണ്ട്, നീ എന്നാ ഉണ്ടടാ? ഓ എന്റെ വലുത് ഇതാരെന്നറിയോ? ഇതാണ് ഞാൻ പറഞ്ഞ ആശാൻ. ആശാനെ കുറിച്ച് പറയുവാണെങ്കിൽ പൊക്കല്ലേടാ, ആശാനെ പൊക്കല്ലേടാ. കുറച്ച് ഇമ്പ്രക്കോളം ഇച്ചിരി. ആശാനെ കുറിച്ച് പറയുവാണെങ്കിൽ
മലയാളിയുടെ മനസ്സ് തൊട്ടറിഞ്ഞ മനുഷ്യ സ്നേഹിയാണ് ആശാൻ. മലയാളികൾക്ക് ഒരുപാട് കവിതകൾ സമ്മാനം ചെയ്തിട്ടുള്ള ആളാണ് ആശാൻ. അതേതാശാനാടാ? കുമാരനാശാൻ. ആശാനിട്ട് കൊണ്ടുവന്നോ? സിനിമ നടൻ ജയറാമിനെ ചെണ്ട കൊട്ട് പഠിപ്പിച്ചത് ആരാ? ആരാ? ഞാനാ. എടാ ഒടുവിലുണ്ട് കൃഷ്ണനെ ഉടുക്ക് പഠിപ്പിച്ചത് ആരാ? ആരാ? ഞാനാ. ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യുന്നത് ആരാ? ഞാനാ. ആശാൻ ഇവിടെ പണിയൊക്കെ ചെയ്തോണ്ട് ഇവിടെ നിന്നോ. എന്നാ? വേണ്ട, അവിടെ മധുവാശാനുണ്ടല്ലോ കലാലയില്. പുള്ളി പുതിയ ചെണ്ടമേളത്തിന്റെ ട്രൂപ്പ് അവിടെ തട്ടി കൂട്ടിയേക്കുവാ. എടാ ഞാൻ ഇവിടെ ഒരു 10 പിള്ളേരെ എനിക്ക് കൊട്ടാൻ വേണ്ടി തിരക്കിട്ട് കിട്ടുന്നില്ല. ഇവൻ എവിടെ നിന്ന് കിട്ടുവാടാ ഈ പിള്ളേരെ എല്ലാം? ശിങ്കാരിമേളം കൊട്ടാൻ വേണ്ടി ബംഗാളിന്നല്ലേ ഇപ്പൊ പിള്ളേരെ ഇറക്കി വെക്കുന്നത്. എടാ അപ്പൊ അത് ചിങ്കാരി മേളമല്ല, അതാണ് ബംഗാളി മേളം. ഓഹോ, അതാണല്ലേ. പിന്നെ ആശാനെ, ഈ ഞാൻ എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നടാ? ഈ ചെണ്ടക്കാരല്ലോ ഈ 2 മുണ്ട് കൊടുക്കും ഇല്ലയോ? 2 മുണ്ട് കൊടുക്കും. ഈ 1-ാം മുണ്ടും 2-ാം മുണ്ടും. 1-ാം മുണ്ടും 2-ാം മുണ്ടും. ഈ 2-ാം മുണ്ട് അത്രയ്ക്ക് അത്യാവശ്യമാണോ? 2-ാം മുണ്ട് അത്യാവശ്യമാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ 1-ാം മുണ്ട് ഇതുപോലെ കീറിയതാണെങ്കിൽ 2-ാം മുണ്ട് അത്യാവശ്യം. അപ്പോഴേ ഞങ്ങൾ വന്ന കാര്യം അങ്ങോട്ട് പറയാം. ഞങ്ങളോട് ഭയങ്കര ഉത്സവം നടക്കുവോ 10 ദിവസത്തെ. കേട്ടോ? അപ്പം ഈ ഫ്ലോട്ടൊക്കെ ഉണ്ട്. ചെങ്കറയാന്നോടാ? ചെങ്കറയാന്നോ ഉത്സവം? ചെങ്കറയല്ല, പിന്നെ ഇപ്പൊ താമസം മാറി മലയാളപ്പുഴ അമ്പലത്തിലാ. മലയാളപ്പുഴ ഉത്സവമാണ് എന്നിട്ട് പറഞ്ഞുണ്ടല്ലോ. ഇതാണ് നമ്മുടെ സ്പോൺസർ ഉത്സവത്തിന്റെ. ഒരാള് നിപ്പുണ്ടായിരുന്നു. ഹലോ ഹലോ, ഇതെന്നാടാ ഇത്? മാറാലേ അടിക്കുന്ന ചൂലോ? അതെന്താ പറയട്ടെ ബാക്കി. അപ്പോഴേ നമുക്ക് ഈ ഫ്ലോട്ടിന്റെ മുമ്പിൽ കൊട്ടാനായിട്ട് ആശാന്റെ ചിങ്കാരിമേളം വേണം. ഓ, ചിങ്കാരിമേളം ഇപ്പൊ ഇല്ലടാ, ഔട്ടായി. നമുക്ക് പകരം ആണെങ്കിൽ പഞ്ചവാദ്യ നടത്തിയാലോ? പഞ്ചവാദിയോ? എന്നാ ആശാൻ ഈ പഞ്ചവാദി? എടാ ഈ പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ 5 പേര് വളഞ്ഞിട്ട് അടിക്കുന്നതാണ് പഞ്ചവാദ്യം. അല്ല, 5 വാദ്യങ്ങൾ ചേരുന്നതാണ് പഞ്ചവാദ്യം. ഓ അങ്ങനെ. അതിൽ പ്രധാനമാണ് ഇലത്താളം. ഇലത്താളം എന്താണ് ഇലത്താളം? അറിയൂല. നമ്മൾ ഈ സദ്യക്കൊക്കെ ചോറിനായിരിക്കുമ്പോഴേ ഇല ഇട്ടതിന് ശേഷം ചോറ് വരാൻ താമസിക്കുമ്പോ നമ്മൾ ആ ഇലയിൽ ഇങ്ങനെ താളം അടിക്കുവോ? അതാണ് ഇലത്താളം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, റേറ്റിന്റെ കാര്യം പോയൊക്കെ സംസാരിക്കും കേട്ടോ. അതെ, ആശാൻ ഒരു 10-25 പേരും അങ്ങോട്ട് വരണം. എന്നാടാ തൊണ്ടയ്ക്കൂടെ അറക്കവാട കയറിക്കോ? 10-25 പേര് വരും. ശരി, എന്റെ ഒരു 25 പിള്ളേർ നിറഞ്ഞു നിന്ന് അങ്ങ് ചെണ്ട വിട്ടു. 25 പിള്ളേർ.